ആകാശസീമയിൽ വസിക്കുന്ന ഫുട്ബോൾ ദൈവം പെലെയെ സാക്ഷിയാക്കി 6ാം കിരീടം കൊതിച്ചുകൊണ്ടവർ ലോകകപ്പ് വേദിയിലേക്ക് വരികയാണ്. കാനറിപ്പടയില്ലാത്തൊരു വേൾഡ് കപ്പ് ഫുട്ബോൾ പ്രേമികൾക്ക് എങ്ങനെ സങ്കല്പിക്കാൻ കഴിയും? വീറും വാശിയും കൊണ്ട് ചെല്ലുനിളം തന്റേതാക്കുന്ന ഇതിഹാസങ്ങളായ പെലെയുടെയും ഡീനോയുടെയും നാട്ടുകാരെ ആമസോൺ മഴക്കാടുകളിൽ നിന്നും കാൽപന്തിന്റെ മാന്ത്രികത ഒപ്പിയെടുത്തുകൊണ്ട് കാനറിപ്പടയിത 6ാം കിരീടം നേടാൻ ലോകകപ്പിലേക്ക് കാലെടുത്തു വെച്ചിരിക്കുന്നു. ബാർസയുടെ റാഫീഞ്ഞയും മാഡ്രിഡിന്റെ വിനീഷ്യസും തുടങ്ങി ലോകോത്തര താരങ്ങളുണ്ടെങ്കിലും മഞ്ഞപ്പടയുടെ കാവലാൾ ഇന്നും ഒരു 34-കാരനാണ്. ഏത് നിർണായക ഘട്ടത്തിലും അവർക്ക് കാവലാവുന്ന അവരുടെ സ്വന്തം സുൽത്താൻ അയാൾ ഒരുങ്ങുകയാണ് അവസാന ആട്ടത്തിനായി. അണയം മുമ്പാടിക്കത്താൻ ഒരവസാന നിമിഷം. അയാൾക്ക് പരിക്കുകളുണ്ട്, അയാൾക്ക് ദൗർബല്യങ്ങളുണ്ട്. മൈതാനത്ത് വീണുകൊണ്ട് കണ്ണീർ പൊഴിക്കുന്നത് ചിലപ്പോ നിങ്ങൾ കണ്ടേക്കാം. എന്നാൽ ആ സിരകളിൽ ഓടുന്നത് ബ്രസീലിന്റെ രക്തമാണെങ്കിൽ ഏതൊരു പാതാളം തുറന്നിട്ടായാലും അയാൾ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കും. ഏത് സാമ്രാജ്യങ്ങളെ തകർത്തിട്ടാണെങ്കിലും അയാൾ ലോകകപ്പ് ഉയർത്തിയിരിക്കും. ആ ചിറകുകൾ ഒടിയും വരെ അയാൾ പോരാടും. വീണുകിടന്നാലും രക്തം വാർന്നാലും അവസാന ശ്വാസം വരെ പോരാടും. കാത്തിരിക്കാം. ദൈവം അയാൾക്ക് വിധിച്ചത് വീണ്ടും ഒരു കറുത്ത ദിവസങ്ങളാവാം, അല്ലെങ്കിൽ ഏതൊരു ഫുട്ബോൾ ആരാധകനും കേൾക്കാൻ കൊതിക്കുന്ന ആ ഒരു നിമിഷമാവാം. ജൂലൈ 19 ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ 6ാം കിരീടം ഇതാ കാനറിപ്പടയുടെ സുൽത്താൻ ഉയർത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ ലെറ്റ്സ് വൈൻഡ് അപ്പ്.